ഞാൻ ഓട്ടോറിക്ഷ വളരെ ചെറുതിലേ ഓട്ടോറിക്ഷ ഓടി. ഞാനിവിടെ വണ്ടി കഴുകി തുടങ്ങിയ ആളാണ്. വണ്ടി കഴുകി തുടങ്ങി അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയതാണ്. പക്ഷേ എന്തൊക്കെ നല്ലത് ചെയ്തിരുന്നാലും ഇതിനകത്തൊക്കെ കള്ളനാണയങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കാക്കി യൂണിഫോം ഇട്ട ഒരുത്തനെ കാണുമ്പോൾ പോലീസിനായിരുന്നാലും മറ്റേ വെഹിക്കിളിനായിരുന്നാലും അല്ലെങ്കിൽ എല്ലാവർക്കും മറ്റുള്ളവർക്കെല്ലാം ഒരു പുച്ഛത്തോടു കൂടിയുള്ള സമീപനമാണ് രണ്ട് ആൺകുട്ടികളെ വളർത്തിയെടുത്തത്. ഈ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് ഈ സഹോദരൻ. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ഓട്ടോ തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായിരുന്നാലും കൊച്ചിയിലായാലും കോഴിക്കോടായാലും ഒക്കെ നമ്മുടെ അമ്മ പെങ്ങന്മാർ അസമയങ്ങളിലായിരുന്നാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്യും, എവിടെയെങ്കിലും പോയി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ സഹായിക്കുന്ന ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ എന്ന് പറയുന്ന വലിയൊരു സംഘടിത ശക്തി തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തൊഴിലാളിയുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിക്കാൻ വരുന്നവർക്കൊക്കെ ഒരു ചെറിയൊരു എന്തോ ഒരു അപകർഷതാ ബോധം. എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എന്ന് പറയാൻ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരുപാട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിലും ആർക്കൊക്കെ എന്തൊക്കെയോ ചില ഓട്ടോ തൊഴിലാളി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമോ അല്ലെങ്കിൽ എന്തോ ഒരു അപകർഷതാ ബോധമോ തോന്നുന്നുണ്ട്. അതിനൊക്കെ കാരണം ഏത് പ്രായത്തിലായിരുന്നാലും അവരെയൊക്കെ നല്ല രീതിയിൽ കുടുംബത്തെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും കുടുംബം നല്ല രീതിയിൽ പോറ്റുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അഹോരാത്രം രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുകയും ചെയ്യുന്ന തൊഴിലാളി സുഹൃത്തുക്കൾക്ക് കളങ്കം ചാർത്താൻ വേണ്ടി ഏതെങ്കിലും ഒന്നോ രണ്ടോ തൊഴിലാളി ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു തൊഴിലാളി സാധാരണക്കാരോട് പെരുമാറുമ്പോൾ അതിൻ്റെ ദൂഷ്യവശം അനുഭവിക്കുന്നത് സാധാരണക്കാരായ നമ്മുടെ അമ്മ പെങ്ങന്മാരെ സുരക്ഷിതരായിട്ട് സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ഇതുപോലുള്ള നല്ലവരായ ഓട്ടോ തൊഴിലാളികളാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഊണ കഴിഞ്ഞ എങ്ങനെയുണ്ട്? ഓട്ടോ കൊണ്ടാ ഡീസലിന് പെട്രോളിൻ്റെയൊക്കെ വില വളരെ കുറവാണല്ലോ. വളരെ കുറവാണ്. ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കണം കൂടിക്കൊണ്ടിരിക്കണം. ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓട്ടത്തിൽ മുതലാവും. ഇവിടെ മുതലാവും. 4-4.5 കൊല്ലമായി റേറ്റ് കൂട്ടി. റേറ്റ് കൂട്ടിയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലമായിട്ട് ഈ ഓട്ടോ തൊഴിലാളികൾ എത്ര രൂപയ്ക്കുള്ള അന്ന് എത്ര 80 രൂപ 90 രൂപ എന്തോന്നു പെട്രോളിന് 68 രൂപ 68 രൂപയ്ക്ക് ഓടിക്കൊണ്ടിരുന്നു. ഇന്നത്തെ വില 107 പൈസ. 107 രൂപ ചില്ലറ പൈസയ്ക്ക് ഓടുമ്പോൾ അതേ ചാർജ് തന്നെ ഇന്നും. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയോ? എത്ര തവണ പറഞ്ഞു, അതെല്ലാം ചാനലായിരുന്നു, എന്തെല്ലാം പറഞ്ഞു. ആലോചിക്കാന്ന് പറഞ്ഞാൽ ഇനി അവരൊരു കമ്മീഷൻ വയ്ക്കും. ഒരു 4 കൊല്ലം പോകും കമ്മീഷൻ. അവർ പഠിച്ച് വരുമ്പോൾ പിന്നെ പെട്രോളിന് 20 രൂപ കൂടും, പിന്നെ 2 രൂപ കൂട്ടും. അതാണ് ഇവിടെ സർക്കാർ ഇപ്പോൾ ചാർജ് കൂടും. പണ്ട് ഇവിടെ തമ്പാനൂർ വരുന്നവർക്കൊക്കെ ആഹാരം ഇവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് സൈഡിൽ തന്നെയല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്? അത് ആദ്യം അങ്ങനെയായിരുന്നു. ഇത് ഇവരുടെ ആയിട്ടുള്ള എന്തോ പ്രശ്നം വന്ന് എന്ത് പ്രശ്നം? ഇവർ മദ്യപിച്ചുകൊണ്ടൊക്കെ വൈകുന്നേരം ബഹളവും. ആര്? ഈ ആഹാരം കഴിക്കുന്നവർ. ഇങ്ങനെ ആഹാരം കഴിക്കുന്നവർ ഈ ഗാന്ധി പാർക്കല്ലേ, ഈ പൊന്നറ പാർക്കിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ അതുകൊണ്ട് ഇവിടുന്ന് പോലീസ് മേലധികാരികൾ വന്ന് അവരെ ഒഴിപ്പിച്ചതാണ്. അതുകൊണ്ട് അവർ ഫുഡ് അവിടെ കൊടുക്കും, മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ. ആ സമയത്ത് കൊടുക്കും. ഇവർ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബഹളവും. അതുകൊണ്ടാണ് അവസാനം ഇവരൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും വെള്ളം അടിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചീത്തപ്പേര് വരുന്നത് ഇതുപോലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്. അവരവിടെ വെള്ളം അടിച്ചുകൊണ്ട് ബഹളം എന്നാണ് പറയുന്നത്. ചേട്ടൻ വെള്ളം അടിക്കുന്ന ആളാണ്? അയാമേ വെള്ളം അടിക്കുന്ന ആളേ അല്ല. ചേട്ടൻ വെള്ളം അടിക്കുന്ന ആളാണ്? വെള്ളം അടിക്കാതെ മാന്യമായിട്ട് കുടുംബം പുലർത്തുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്കാണ് അവസാന പേരുദോഷം വരുന്നത്. ഇതിപ്പോ ഈ ഒരു സംഭവം മാത്രമല്ല, ഇങ്ങനെ ഇപ്പൊ എത്ര ആട്ടോക്കാരെ പറ്റി പൊതുവെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. അതിന് എല്ലായിടത്തും കള്ളനാണയം കാണുമെന്ന് പറയില്ലേ? ഭയങ്കര അടിയും കുത്തും നടന്നു കഴിഞ്ഞ ആഴ്ച. കൂടെ പോലീസുകാർ വന്നിട്ട് അവരെ തൂക്കിക്കൊണ്ട് പോയി, അപ്പോഴേ തന്നെ കൊണ്ടുപോയി. പക്ഷേ പൊതുജനത്തിന്റെ മുമ്പിൽ ഈ കാക്കിയിട്ട് നടക്കുന്നവർ നമ്മുടെ ഇവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ സേവനമാണ് ചെയ്യുന്നത്, സേവനം. കാരണം ഓരോ സ്ഥലത്ത് കൊണ്ട് ആക്കേണ്ട ഒരു ചുമതല നമുക്കുള്ളതാണ്. ഇതൊക്കെ അവർ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ, പെൺകുട്ടികളെയും വയസ്സായ ആളുകളെ കൊണ്ടുപോകുന്നത് പോലെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതോടൊപ്പം തന്നെ RCC പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെയുണ്ട്. അതിപ്പോൾ ഞങ്ങളാരും ഇല്ല, ഞങ്ങളിവിടെ ബില്ലടിച്ചാൽ പോകുന്ന എല്ലാ ആൾക്കാരുണ്ട്. അത് പ്രീപെയ്ഡ്, ഇത് പ്രീപെയ്ഡ്. ഇന്ന് മറ്റത് ആൾക്കാർ അതിനുവേണ്ടിയുള്ള ഒരു 7 ഓട്ടോറിക്ഷ ഞങ്ങളുടെ അറിവിലുണ്ട്. അവര് 10-15 പേരുണ്ട്. ഈ RCCയിലുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോകണം. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്.
പക്ഷേ എന്തൊക്കെ നല്ലത് ചെയ്തിരുന്നാലും ഇതിനകത്തൊക്കെ കള്ളനാണയങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കാക്കി യൂണിഫോം ഇട്ട ഒരുത്തനെ കാണുമ്പോൾ പോലീസിനായിരുന്നാലും മറ്റേ വെഹിക്കിളിനായിരുന്നാലും അല്ലെങ്കിൽ എല്ലാവർക്കും മറ്റുള്ളവർക്കെല്ലാം ഒരു പുച്ഛത്തോടു കൂടിയുള്ള സമീപനമാണ് സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും ഇല്ല അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും അടച്ചു പറയാൻ പറ്റില്ല. കാരണം ചേട്ടൻ നാളെ ഈ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് അങ്ങനെ പേടിച്ചിട്ടല്ലല്ലോ. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല. അവരെല്ലാവരും ഒന്നും അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബമൊക്കെ സുഖമായിട്ട് പോകണം, നല്ലതുപോലെ പോകുന്നുണ്ട്. എവിടെയാണ്? എന്താ ഇവിടെ തന്നെയാണ്, അമ്മാൻ്റെ തന്നെയാണ് അത്. എൻ്റെ ജന്മദേശമാണത്. അങ്ങനെ എത്ര വർഷം ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഓട്ടോറിക്ഷ വളരെ ചെറുതിലേ ഓട്ടോറിക്ഷ ഓടി. ഞാനിവിടെ വണ്ടി കഴുകി തുടങ്ങിയ ആളാണ്. വണ്ടി കഴുകി തുടങ്ങി അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയത്. പിള്ളേരൊക്കെ പഠിച്ചൊരു ആ 2 പേര് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ബാക്കി 2 പേർക്ക് 4 മക്കളുണ്ട്, 3 ആണും 1 പെൺകുഞ്ഞും. അതെല്ലാം സുഖമായിട്ട് പോകുന്നു. അങ്ങനെ എന്തൊക്കെ പിന്നെ നമുക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് 2-3 വർഷത്തിന് മുൻപ് ചെയ്ത ഒരു റിവിഷനാണ് ഞങ്ങളുടെ ചാർജ് വർധന. അതിനുശേഷം എണ്ണയ്ക്ക് ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അതേ റേറ്റിൽ തന്നെ ഇപ്പോഴും ഓടണം. എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ 1 രൂപയെങ്കിലും കൂടുതൽ ചോദിക്കുമെങ്കിൽ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് ചില ആൾക്കാർ സന്തോഷത്തോടെ 5 രൂപ നമുക്ക് തരുന്നവരുണ്ട്. ഈ ഒട്ടും തരാൻ പഠിക്കാത്ത നമ്മളെ 10 പറഞ്ഞിട്ടങ്ങ് പോകും. അവരടുത്ത് വഴക്കുണ്ടാക്കാനൊന്നും പോകില്ല. ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല. അല്ല 1-2 രൂപ അല്ലെ 5 രൂപ അറിഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ 1 രൂപയ്ക്കും വഴക്കുണ്ടാക്കുന്നവരുണ്ട്. 50 പൈസയ്ക്കും വേണ്ടി വഴക്കുണ്ടാക്കുന്ന ആളുകളും ഉണ്ട്. 50 പൈസ ഇല്ല, അതുകൊണ്ട് 50 പൈസയിൽ ഇപ്പം വഴക്കുണ്ടാക്കൂല. അവർ 1 രൂപയ്ക്കൊക്കെ പറയും. ഇപ്പോഴും വഴക്കുണ്ടാക്കും. എത്ര വഴക്കുണ്ടാക്കിയിരുന്നാലും ഇതുപോലുള്ള സഹോദരങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഏത് അർദ്ധരാത്രിയാണെങ്കിലും തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ തുടങ്ങിയ സ്ഥലങ്ങളിൽ കേരളം മുഴുവൻ ഇതുപോലുള്ള ഓട്ടോ തൊഴിലാളികൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അമ്മ പെങ്ങന്മാർ സുരക്ഷിതരായിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഇവിടെ ഈ നാട്ടിലുള്ളവരല്ലാത്തവർ ധാരാളമുണ്ട്. അവർക്കൊന്നും ഈ നഗരമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവർ ഈ പറഞ്ഞ കണക്ക് 100 എന്നുള്ളത് 300 500 ചോദിക്കും. എന്നാലും അടച്ചാക്ഷേപിക്കുന്നത് ഞങ്ങളും കൂടെ അതിൽ ഉൾപ്പെടും. ആട്ടോ തൊഴിലാളികൾ ഒരുമിച്ചാണ്. ചില ആളുകൾ കാരണം ഈ ആട്ടോ തൊഴിലാളികളുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ശുദ്ധ തന്തയില്ലായ്മ കാണിക്കുന്ന ആളുകൾ കാരണം സംഭവിക്കുന്നത് ഇതുപോലുള്ള നല്ല തൊഴിലാളി സുഹൃത്തുക്കൾക്കും കൂടെ ചീത്തപ്പേരാണ്. ദയവ് ചെയ്ത് നമ്മുടെ മറ്റുള്ള ഓട്ടോറിക്ഷക്കാരങ്ങനെ ആവർത്തിക്കരുത്. അത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ പേരുദോഷം ഉണ്ടാകും. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥലം. എവിടെയാണ് സ്ഥലം? പിടിവെച്ചാങ്കോവില് തിരുവനന്തപുരം തന്നെയാണ്. എത്ര വർഷമായിട്ട് ഓട്ടോ ഓട്ടിക്കുന്നത്? 6 വർഷമായി. എങ്ങനെയുണ്ട് ഓട്ടവും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, ഓടുന്നുണ്ട്. ഊബർ ടാക്സി ആയിട്ടാണ് ഓടുന്നത്? ഊബർ ഓടുന്നുണ്ട്, അല്ലാതെ ഓടുന്നുണ്ട്. ഇവിടെ പ്രീപെയ്ഡ് ബില്ലടിച്ച് ഓടുന്നുണ്ട്. പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് ഊബർ വണ്ടി ഓടുന്നുണ്ട്. കുടുംബം ഒരു 2 മക്കൾ എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. ഒരാൾ ബിടെക്, ഒരു ITI. ഒരാൾ ബിടെക്, ഒരാൾ ITI കഴിഞ്ഞിട്ട് നിൽക്കുന്ന അഭ്യസ്തവിദ്യരായ 2 ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ്? ആൺകുട്ടി. 2 ആൺകുട്ടികളെ വളർത്തെടുത്തിയത് ഈ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് ഈ സഹോദരൻ. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ഓട്ടോ തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് അവരുടെ കുടുംബം പുലർത്തണം, അവരുടെ മക്കളെ നല്ല നിലയിൽ വളർത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ യാതൊന്നും തന്നെ അവരില്ലെങ്കിൽ പോലും അതൊക്കെ കലർത്തിക്കൊണ്ട് ഇവരെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് എന്തോ തൻകാര്യം നേടാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടുകാരും മറ്റുള്ള ഭരണാധികാരികളുമൊക്കെ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ കുറേ നേതാക്കന്മാർ, കുട്ടി നേതാക്കന്മാർ ചേർന്നുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇവരെ ഭിന്നിപ്പിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.